നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് അതിൽ സിനിമാറ്റിക് സ്റ്റൈൽ തന്നെ ഷൂട്ട് ചെയ്ത് ഫോണിൽ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത് ഒരു സിനിമാറ്റിക് കളറൊക്കെ കൊടുത്ത് അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് എങ്ങനെയാണോ എഡിറ്റ് ചെയ്തെടുക്കാറ് അതുപോലെ തന്നെ ഒരു ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഊട്ടി പോയ സമയത്ത് ഫോണിലെടുത്ത കുറച്ച് ഫുട്ടേജസ് ഉണ്ട്. ഫോണിലെടുത്ത ഫുട്ടേജിന് കൂടെ നമ്മൾ ഡ്രോണിലെടുത്ത ഫുട്ടേജ് ഉണ്ട്, അതുപോലെ സോണിയുടെ 7R3 എന്ന് പറഞ്ഞ ക്യാമറയിലെടുത്ത ഫുട്ടേജ് ഉണ്ട്. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ആപ്പിളിൻ്റെ 11 Pro എന്ന് പറഞ്ഞൊരു മോഡൽ ഫോണാണ്. ഇത് ഏകദേശം ഒരു 6 വർഷത്തോളം പഴക്കമുള്ളൊരു ഫോണാണ്. അപ്പോൾ ഇത്രയും പഴക്കമുള്ളൊരു ഫോണിൽ പോലും നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത്, ഒന്ന് നമ്മൾ ഐഫോൺ പറഞ്ഞു, രണ്ടാമത് ഇങ്ങനൊരു അഡാപ്റ്റർ വേണം. ഇതിൻ്റെ പേര് ലൈറ്റ്നിങ് അഡാപ്റ്റർ എന്നാണ്. ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, ആമസോണും അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സ്റ്റോറിലൊക്കെ ഉണ്ട്. വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് HDMI പോർട്ട് ഉണ്ടായിരിക്കണം, രണ്ടാമത്തത് ഒരു USB പോർട്ടെങ്കിലും ഉണ്ടായിരിക്കണം. എന്നാലും നിങ്ങൾക്ക് പെൻഡ്രൈവോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനം കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുക അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ വരുന്നത് ഒരു USB ഉണ്ട്, നമ്മുടെ ക്യാമറ കാർഡ് ഇടുന്ന ഓപ്ഷൻ ഉണ്ട്, അതേപോലെ മൈക്രോ SD ഇടുന്ന ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ്നിങ് ചാർജിങ് ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വരുന്നൊരു കാർഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ HDMI ഇല്ല. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫോണിൽ നിന്ന് നേരെ മോണിറ്ററിലേക്ക് ടെതർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഏറ്റവും നല്ലത് HDMI അടക്കം വരുന്ന ഇങ്ങനത്തെ ഒരു അഡാപ്റ്റർ വാങ്ങിക്കുകയാണ് നല്ലത്. ഇന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് സ്മാർട്ട് TVയിലേക്കും നമുക്ക് ഡയറക്റ്റ് ഇത് കണക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സ്റ്റോറേജ് ഫുള്ളായ ഫോണുകൾ ഇതുപോലത്തെ ഒരു കാർഡിലേക്ക് നമ്മൾ ഫയലൊക്കെ മൂവ് ചെയ്ത് നമുക്ക് ഐഫോണിൽ കണക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് മെമ്മറി കാർഡിലേക്ക് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട എല്ലാ വീഡിയോസും കോപ്പി ചെയ്തു. നമ്മൾ എഡിറ്റ് ചെയ്യാൻ എടുത്ത സോഫ്റ്റ്വെയർ LumaFusion എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. ഇത് ഏകദേശം 7-8 വർഷമായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇത് iOS-ലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2500 രൂപയാണ്. ഇനി എഡിറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ട് മീഡിയ സോഴ്സ് എന്ന് പറഞ്ഞ മുകളിൽ കാണുന്ന ഓപ്ഷനിൽ നമ്മൾ ഫയൽസ് ആപ്പിൽ പോയിട്ട് ആവശ്യമുള്ള ഫയലൊക്കെ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഇൻ ഔട്ട് മാർക്ക് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യണം. ഇങ്ങനെ ഓരോ ക്ലിപ്പ് ആഡ് ചെയ്ത് വരാം.
സോഫ്റ്റ്വെയറിൽ നമുക്ക് കീബോർഡും മൗസും ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാം. നമ്മുടെ സാധാ വയർഡായിട്ടുള്ള കീബോർഡും മൗസും ഒക്കെ ഇതിന് ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് ഒന്നും കൂടെ കംഫർട്ടായിട്ട് തോന്നിയത് നമ്മളെ കയ്യിൽ വെച്ച് മൗസും കീബോർഡും ഇല്ലാതെ കയ്യിൽ വെച്ച് എഡിറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഒന്നുകൂടി സ്പീഡായിട്ട് വർക്ക് നടക്കുന്ന പോലെ തോന്നിയത്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് മോണിറ്ററിൽ പ്ലേ ചെയ്യാൻ പറ്റും. ഇത് ഈ എക്സ്റ്റേണൽ പ്രിവ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഓൺ ചെയ്താൽ നമുക്ക് ഫുൾ പ്രിവ്യൂ മോണിറ്ററിലേക്ക് മാറ്റാം. ഓഫ് ചെയ്താൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഫോണിൽ എന്താണോ നടക്കുന്ന സെയിം സാധനം മോണിറ്ററിൽ വലുതായി കാണാനുള്ള ഓപ്ഷനുണ്ട്. നമ്മുടെ പ്രൊഫഷണൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ പോലെ തന്നെ ഇതിൽ സ്റ്റെബിലൈസേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് അത്ര ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കളർ ഗ്രേഡിങ്ങിലേക്ക് വരുമ്പോൾ മാനുവലായിട്ട് കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും ലെറ്റ് അപ്ലൈ ചെയ്ത് കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാനിവിടെ ലെറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറച്ച് മാനുവലായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഫക്ട്സ് എല്ലാം എല്ലാ ക്ലിപ്പിലേക്കും പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെലക്ഷൻ ടൂൾ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ക്ലിപ്പിന് ഒറ്റയടിക്ക് നമുക്ക് സെലക്ഷൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോകൾ എഡിറ്റ് ചെയ്യാറ്. ഇനി ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് വല്ല സംശയമോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വല്ല ക്ലാസ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ ഒരു ക്ലാസ്സും കൂടി വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഐഫോണിലാണ് ചെയ്തത്. നമുക്ക് ഇനി ഒരു ആൻഡ്രോയിഡ് ഫോണിലും കൂടി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി വെക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫോണിൽ മാത്രം വീഡിയോ എടുത്ത് ഫോണിൽ മാത്രം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.